സർ നമസ്കാരം. നമസ്കാരം. സർ, വീണ്ടും റഷ്യ ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈനിൽ. ഇത്തവണ 6 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെയും നടന്നിട്ടുണ്ടായിരുന്നു. ഈ നടപടി 1.5 വർഷത്തിലധികമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പൈഡർ വെബ് ഒരു കാരണമായി കണ്ടു എന്നല്ലാതെ ഇത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. ഇത് അവസാനിപ്പിക്കാൻ എന്താണ് റഷ്യക്ക് ഇത്ര മടി? ഇതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധമല്ല. റഷ്യയും നാറ്റോ സഖ്യവും തമ്മിലുള്ള യുദ്ധമാണ് അതെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ യൂറോപ്യൻ ശക്തികളും റഷ്യയും തമ്മിലുള്ള യുദ്ധമായിട്ട് യുദ്ധം മാറിയിരിക്കാൻ അതിനൊരു ഇടമായി യുക്രൈൻ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ യുക്രൈൻ അതിനുവേണ്ടി നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യുക്രൈനല്ല യുദ്ധം ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ പോലും പുടിൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഉള്ള ശക്തി എന്ന് പറയുന്നത് യുക്രൈനല്ല, യുക്രൈന് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഡ്രോണുകൾ അതിന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശേഷി എന്ന് പറയുന്നത് യുക്രൈനില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സെലൻസ്കിക്ക് അതിനുള്ള എന്തെങ്കിലും കപ്പാസിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു പൊളിറ്റീഷ്യനല്ല, നയതന്ത്രജ്ഞനാണെന്ന് ചോദിച്ചാൽ അതുമല്ല, അദ്ദേഹം ഒരു കലാകാരനാണ് ശരിക്കും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നിയന്ത്രിക്കുന്നതിനനുസരിച്ച് നിയന്ത്രിക്കപ്പെടുന്നൊരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഇതിൽ അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ ബ്രിട്ടൻ, ഇവർക്കൊക്കെ ഇതിൽ വലിയ പങ്കാളിത്തമുണ്ട് എന്നാണ് പുടിൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പുടിൻ പറയുന്നത് റഷ്യ തകർക്കാൻ വേണ്ടി ഈ ശക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉക്രൈനും അതുപോലെ റഷ്യ എന്ന് പറഞ്ഞതിനിടയിലും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാൽ, എന്നുവെച്ചാൽ ജനസംഖ്യ പരിശോധിക്കുകയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പരിശോധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള മനുഷ്യരാണ്. ഈ ഒരു പ്രദേശത്തുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾ, നമ്മളുടെ ബന്ധുക്കൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത്, ചിലപ്പോൾ തമിഴ്നാട്ടിൽ, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ താമസിക്കുന്നുണ്ടാകും. അതുപോലെ മാത്രമാണ് ഈ യുക്രൈനിലും റഷ്യയിലുമായിട്ട് കിടക്കുന്ന ആളുകളുടെ ബന്ധാവസ്ഥ എന്ന് പറയും. ഇതുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുമ്പോൾ 1,00,000-ലധികം ആളുകൾ മരിച്ചെങ്കിൽ പോലും അതിൽ ബഹുഭൂരിപക്ഷ ആളുകളും പട്ടാളക്കാരെ. സിവിലിയൻസിൻ്റെ മരണ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാത്ത ഒരു യുദ്ധ സ്ട്രാറ്റജിയാണ് റഷ്യയും അതേപോലെ തന്നെ ഉക്രൈനും തുടരുന്നത്. രണ്ടും ഒരേപോലെയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് റഷ്യ മാത്രം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സിവിലിയൻസിനെ സംരക്ഷിക്കുന്ന സമയം എടുക്കുന്നു, യുക്രൈൻ അങ്ങനെയല്ല എന്ന് കരുതരുത്. യുക്രൈനും വളരെ കൃത്യമായിട്ട് സിവിലിയൻസിന് നേരെ ആക്രമണം നടത്താതിരിക്കാൻ ശ്രമിക്കും. ഇപ്പം ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇസ്താംബുളിൽ വെച്ചല്ലേ ഈ അനുനയ ചർച്ചകളൊക്കെ നടത്തരുത്, സമാധാന ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അത് ഒട്ടും നടക്കാതെ പോകുന്നതിന് സഹായകരമായിട്ടുള്ള 2 അക്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന്, യുക്രൈൻ്റെ ഭാഗത്തു നിന്ന്. ഒന്ന്, റഷ്യയുടെ വിമാനങ്ങളെ ആക്രമിച്ച് തകർത്തു, ബോംബർ വിമാനങ്ങൾ, കുറേയധികം ബോംബർ വിമാനങ്ങളെ തകർത്തു. 6 എണ്ണമൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചു, 10-40 എണ്ണത്തിന് മൊത്തമായിട്ട് കേട് സംഭവിച്ച വലിയൊരു അറ്റാക്കാണ്. പക്ഷേ ഒരാളും മരിച്ചില്ല. ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെയാണ് അവർ ആക്രമണം നടത്തിയത്. ആ ഡ്രോണുകൾ അവിടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച മനുഷ്യരൊക്കെ സുരക്ഷിതരായിട്ട് ഉക്രൈനിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയും. 1. 2, ക്രിമിയയിലേക്കുള്ള പാലം എന്ന് പറയുന്നത് കർച്ച് ബ്രിഡ്ജ്, അത് തകർത്ത് തരിപ്പണമാക്കാനായിട്ടുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ പോലും ഏതോ ഒരു തൂണ് മാത്രമാണ് അവർ പൊട്ടിച്ച്, അതിൽ കൂടുതൽ പരിക്കതിന് ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സെലൻസ്കിയുടെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള സംഭാഷണം ഞാൻ ടെലിവിഷനിൽ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ, ശത്രുവിനെ, റഷ്യയെ അല്ലെങ്കിൽ പുടിനെ നമ്മൾ ദുർബലപ്പെടുത്തി എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ആ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ഹിറ്റ്, ഒറ്റയിടി അവനെ ഇടിച്ചു, അവനെ ശരിക്കും കൊണ്ടു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ആത്യന്തികമായിട്ട് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക എന്നതിനപ്പുറം ഇതിൽ ആരെങ്കിലും അടിച്ച് അമർത്തി നശിപ്പിച്ച് കൂടെയാക്കണം എന്നുള്ളൊരാഗ്രഹമില്ല പൊതുവെ. അതിൻ്റെ അകത്ത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ യുദ്ധം യഥാർത്ഥത്തിൽ നടക്കുന്നത് റഷ്യയും അതുപോലെ യൂറോപ്യൻ ശക്തികളാണ്. ഇപ്പോൾ ഒരു നിഴൽ യുദ്ധമാണ് ശരിക്കും.
അവർ നേരിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നില്ല, റഷ്യയും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. അവർക്ക് റഷ്യ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെലൻസ്കി ഉണ്ട്. സെലൻസ്കിയുടെ അടുത്ത് ആയുധങ്ങൾ കൊടുക്കുന്നു, ആ ആയുധങ്ങൾ കൊണ്ട് റഷ്യ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും ഈ സെലൻസ്കിക്ക് മനസ്സിലാവാതിരിക്കുന്നുണ്ടാവില്ലല്ലോ. ഇല്ല, മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം. ഇപ്പോൾ സെലൻസ്കിക്കും അതൊക്കെ മനസ്സിലാവും. പക്ഷേ ഇറങ്ങി പുറപ്പെട്ടു പോയ സ്ഥിതിക്ക് ഇനി പ്രത്യേകിച്ച് പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ നിലപാടിൽ തന്നെ നിൽക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഹീറോയിക് ടെക്സ്ചർ കിട്ടുന്നുണ്ട്. റഷ്യ പോലെയുള്ള ഒരു വൻ ശക്തിയെ അടിച്ച് നിരത്തിങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അപ്പോൾ സെലൻസ്കി ഹീറോ ആണ്. ഹീറോ ആവുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ ശക്തികളുടെ മുന്നിൽ അദ്ദേഹം ഹീറോ ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ആ ഹീറോയിസത്തിൻ്റെ ടെക്സ്ചർ നിലനിർത്താനായിട്ടാണ് സെലൻസ്കി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, എന്നും അങ്ങനെ ആയിരിക്കും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യുദ്ധം വിജയിക്കലും അതുപോലെ പരാജയപ്പെടുത്തലും അവരുടെ ഒരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ യുക്രൈനിലെ സാധാരണക്കാരായിട്ടുള്ള ആൾ ഇപ്പോൾ തന്നെ തിരിച്ചടിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ റഷ്യ ചെയ്തതെന്താണ്, സിറ്റിയിൽ അല്ലേ, കീവ് എന്ന് പറയുന്നതായിട്ടുള്ള പട്ടണത്തിലെ പ്രമുഖമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് ഇടിച്ചു പൊളിച്ചത്, കത്തുപിടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന സമയത്ത് എന്താണ്, ഈ റഷ്യൻ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങളാണ് പോകുന്നത്. ആ വിമാനങ്ങളിൽ നിന്നും വീഴ്ത്താനായിട്ട് സെലൻസ്കിയുടെ താഴെ നിന്നുള്ള പ്രയോഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമുക്കാണ്. അത്ര വിദഗ്ധമായിട്ടുള്ള രീതിയിൽ അതിനെയൊക്കെ മറികടന്നിട്ടാണ് അവരെവിടെയാണ് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അറ്റാക്ക് ചെയ്യുന്ന പ്ലേസിലേക്ക് അറ്റാക്ക് നടത്താൻ കഴിയും. അത്ര കൃത്യം സൂക്ഷ്മമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റഷ്യ എന്ന് പറയുന്ന ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ്. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് റഷ്യ. റഷ്യക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യുക്രൈൻ കത്തിച്ചളയാൻ അധികം സമയമൊന്നും വേണ്ട. ആണവായുധങ്ങൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ആണവായുധങ്ങളെക്കുറിച്ചും പുടിനുമായിട്ട് സംസാരിച്ച സമയത്ത് പുടിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് പുടിനോട്, നിങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കുമോ? അപ്പോൾ പുടിൻ പറയുന്നത് ഉപയോഗിക്കും, വി ആർ റെഡി എന്നാണ് പറയുന്നത്. എന്താ ഇതുവരെയായിട്ട് ഉപയോഗിക്കാത്തത്? അതിൻ്റെ ആവശ്യമുണ്ടായി. ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. എപ്പോൾ ഉപയോഗിക്കും? ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കും. ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഉപയോഗിച്ചില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്, ആ സമയത്ത് ആണവായുധങ്ങൾ ഉപയോഗിക്കും. എന്നുവെച്ചാൽ ആറ്റം ബോംബ് പ്രയോഗം എന്ന് പറയുന്നത് റഷ്യയുടെ കാര്യപരിപാടിയിൽ ഇല്ലാത്തതാണ് എന്ന് നിങ്ങളാരും ധരിക്കേണ്ട. ഉക്രൈനെതിരെ ഒരിക്കലും അത് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉക്രൈൻ മാത്രം ഉള്ള ഈ യുദ്ധം ഉക്രൈൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശക്തികളുമായിട്ടുള്ള യുദ്ധമായിട്ട് മാറിയാൽ ആ സമയത്ത് ആണവ പ്രയോഗം എന്ന് പറയുന്നത് നടക്കും. ആറ്റം ബോംബിടും. കാരണം നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് വാർത്തകളിൽ പറഞ്ഞത്, റഷ്യയുടെ ഈ ബോംബർ വിമാനങ്ങൾ തകർത്ത പ്രക്രിയ എന്ന് പറയുന്നത് നേരത്തെ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതിന് തുല്യമാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് തിരിച്ചടി വരും എന്നാണ്. അങ്ങനെ ഒരിക്കലും റഷ്യ അത് എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റഷ്യയുടെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ യുക്രൈനിലെ സിവിലിയൻസിനെ സംരക്ഷിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില പടക്കങ്ങളൊക്കെ പൊട്ടിക്കുക. ഈ യുദ്ധം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻ ശക്തികൾക്കുള്ള ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എണ്ണക്കച്ചവടത്തിലാണ്. ആ എണ്ണക്കച്ചവടത്തിൽ റഷ്യയെ പൂട്ടാനായിട്ട് അവർ പരിശ്രമിച്ചെങ്കിൽ പോലും അതിനെ മറികടക്കാൻ റഷ്യയ്ക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. അങ്ങനെ വ്യാപാര സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും യൂറോപ്പിന് വൻ നഷ്ടമുണ്ടാക്കി ഈ യുദ്ധം തുടരുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പുടിൻ സ്വകാര്യമായി ചിരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം വ്യാപാരത്തിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. ആ നഷ്ടം തുടരട്ടെ എന്ന് പുടിൻ ഒരുപക്ഷെ വിശ്വസിക്കുന്നുണ്ടാവും, അല്ലെ കരുതുന്നുണ്ടാവും. ആ കരുതലാണ് ഇതിങ്ങനെ ദീർഘമായിട്ടിങ്ങനെ മുന്നോട്ട് പോകുന്നത്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആർക്കും സംഭവിക്കാത്തതുപോലെയാണ് യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് നമ്മൾ കാണുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ കുറച്ച് മിസൈലൊക്കെ വിടുക, അതും വല്ല കെട്ടിടങ്ങളിലേക്കൊക്കെ വിടുക, ആളുകൾക്ക് രക്ഷപ്പെടാനായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, ആളുകൾ മരിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള യുദ്ധം ഇത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധമല്ല. ഒരു പുതിയ തരത്തിലുള്ള യുദ്ധം ആയിട്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.